സമാധാനത്തിനായി ജെറി ഒരു കടയിൽ കാപ്പി കുടിക്കാനായി കയറുന്നു. ആ കടയിൽ ധാരാളമായും ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു. ജെറി പതിവായി ആ കടയിൽ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ടെങ്കിലും ലോട്ടറിയെ പറ്റി ശ്രദ്ധിക്കില്ലായിരുന്നു. എന്നാൽ അന്ന് കടക്കാരൻ വിൻഫാൾ ലോട്ടറിയിലെ ഒരു റോൾ ഡൗൺ ഇവന്റിനെ പറ്റി ഒരു കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജെറി കേൾക്കുന്നു. വിൻഫാൾ ടിക്കറ്റിന്റെ ജാക്ക്പോട്ട് സമ്മാനം $2 മില്യൺ ആണ്. റോൾ ഡൗൺ ഇവന്റ് നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ്. അതായത് ലോട്ടറി എടുത്ത ആർക്കും സമ്മാന തുകയായ $2 മില്യൺ ലഭിക്കാതിരിക്കുകയും അതേസമയം 2 മില്യൺ വില വരുന്ന വിൻഫോൾ ടിക്കറ്റുകൾ വിറ്റുപോയാലുമാണ് റോൾ ഡൗൺ ഇവന്റ് ഉണ്ടാകുന്നത്. 6 അക്കങ്ങളാണ് ഒരു വിൻഫോൾ ടിക്കറ്റിലുള്ളത്. 6 അക്കങ്ങൾ ശരിയായ ക്രമത്തിൽ വന്നാലേ ജാക്ക്പോട്ട് ലഭിക്കൂ. എന്നാൽ റോൾ ഡൗണിൽ $2 മില്യൺ ശരിയായിട്ടുള്ള 5 അക്കങ്ങളോ 4 അക്കങ്ങളോ ഉള്ള വിൻഫോൾ ലോട്ടറിക്ക് വീതിച്ചു കൊടുക്കുന്നു. റോൾ ഡൗണിനെ പറ്റി കടക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് ജെറി ശ്രദ്ധയോടെ കേൾക്കുന്നു. ഇത് കേട്ടതും ജെറിയുടെ ഉള്ളിലെ മാത്തമാറ്റീഷ്യൻ വിൻഫോൾ റോൾ ഡൗണിന്റെ നിയമങ്ങൾ പഠിക്കാനായി ആരംഭിക്കുന്നു. നിയമങ്ങൾ പഠിച്ച ശേഷം ജെറി അടുത്തുണ്ടായ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു വലിയ കണക്ക് സോൾവ് ചെയ്യാനായി തുടങ്ങുന്നു. കണക്ക് കൂട്ടലിന്റെ അവസാനം വിൻഫോൾ ടിക്കറ്റ് ഒരു പ്രത്യേക രീതിയിൽ എടുക്കുകയാണെങ്കിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ജെറി കണ്ടുപിടിക്കുന്നു. ആ കണക്കുമായി ജെറി ഉടൻ തന്നെ സ്റ്റീവിനെ കാണാനായി പോകുന്നു. സ്റ്റീവിനെ കണ്ടതും തന്റെ റിട്ടയർമെന്റ് തുക ലോട്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ജെറി പറയുന്നു. എന്നാൽ ഇത് കേട്ടതും സ്റ്റീവ് വളരെയധികം അത്ഭുതപ്പെടുന്നു. ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞ് ജെറിയാണോ തന്റെ സമ്പാദ്യം വെച്ച് ലോട്ടറി എടുക്കാനായി പോകുന്നതെന്ന് സ്റ്റീവ് ചോദിക്കുന്നു. എന്നാൽ വിൻഫാൾ ലോട്ടറിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു പഴുത് താൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുപയോഗിച്ച് റിസ്ക് ഇല്ലാതെ ധാരാളം പണം സമ്പാദിക്കാമെന്നും ജെറി പറയുന്നു. എന്നാൽ ഇപ്പോഴും സ്റ്റീവിനൊന്നും മനസ്സിലാകുന്നില്ല. അതിനാൽ തന്നെ ജെറി താൻ ചെയ്ത കണക്കുകൂട്ടൽ സ്റ്റീവിന് വിവരിച്ചു കൊടുക്കുന്നു. വിൻഫോൾ ലോട്ടറി $2000 വാങ്ങുകയാണെങ്കിൽ 5 അക്കമോ 4 അക്കമോ ഒരുപോലെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും താൻ കണ്ടുപിടിച്ച കണക്ക് വെച്ച് $2000 ഉപയോഗിച്ച് ലോട്ടറി വാങ്ങിയാൽ $18000 നമുക്ക് ലാഭമായി കിട്ടുമെന്നും ജെറി പറയുന്നു. എന്നാൽ താൻ കണ്ടുപിടിച്ച കണക്ക് നന്നായി വിവരിച്ചു കൊടുത്തിട്ടും സ്റ്റീവിനൊന്നും മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ശരിയാകുമെന്നും ഇത് പോസിബിൾ ആയാൽ ഇതിനെ എങ്ങനെ ലോട്ടറി എന്ന് വിളിക്കാൻ സാധിക്കുമെന്നും സ്റ്റീവ് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും സ്റ്റീവ് എങ്ങനെയാണ് ഒരു അക്കൗണ്ടന്റ് ആയതെന്ന് ചോദിച്ച് ജെറി അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ജെറി നേരെ പോയത് ബാങ്കിലേക്കായിരുന്നു. ബാങ്കിൽ നിന്ന് $2000 ജെറി പിൻവലിക്കുന്നു. വളരെയധികം എക്സൈറ്റഡ് ആയ ജെറി 2 ദിവസത്തിനുള്ളിൽ താൻ ഇതിന്റെ ഇരട്ടി തുക ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് ക്യാഷറിനോട് വീമ്പടിക്കുന്നുമുണ്ട്. പിറ്റേന്ന് ജെറി എന്നത്തേലും നേരത്തെ എണീക്കുന്നു. വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു ടൗണിലേക്കാണ് ജെറി ലോട്ടറി വാങ്ങാനായി പോകുന്നത്. താൻ ലോട്ടറി വാങ്ങുന്നത് ആരെയും അറിയിക്കാതിരിക്കാനായിരുന്നു ജെറി ഇങ്ങനെ ചെയ്തത്. ജെറിയുടെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ജെറിയെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അവരറിഞ്ഞാൽ തന്നെ മോശമായി കാണുമെന്ന് കരുതിയാണ് ജെറി അകലെയുള്ള ഒരു കടയിലേക്ക് ലോട്ടറി വാങ്ങാനായി പോകുന്നത്. കടയിലെത്തിയ ജെറി തന്റെ കയ്യിലുള്ള $2000 കടക്കാരിയെ കാട്ടി തനിക്ക് 2000 വിൻഫോൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ വളരെയധികം ആശ്ചര്യത്തോടെ കടക്കാരി ജെറിയെ നോക്കുന്നു. ശേഷം ആ പണം വാങ്ങി 2000 ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനായി അവർ ആരംഭിക്കുന്നു.